റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പണക്കാരനാണ്. എനിക്ക് സാപ്പിടാൻ പറ്റിയ വില പിടിച്ച ഫുഡുകൾ കൊണ്ടുപോവാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മിനി വ്ളോഗ് പാർട്ട് 2. ഇതാണ് നമ്മൾ പാരീസിൽ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടൽ. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പാരീസ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇവിടുന്ന് സിറ്റിയിലേക്ക് ആകെ 50 മിനിറ്റ്സേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തു. പിന്നെ യൂറോപ്പല്ലേ, ഒട്ടും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. ടെസ്ല തന്നെ ആയിക്കോട്ടെ. ആക്ച്വലി നമ്മളല്ല ടെസ്ലയെ ചൂസ് ചെയ്തത്, ടെസ്ല നമ്മളായിരുന്നു ചൂസ് ചെയ്തത്. ഇന്ന് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അത് നടന്നോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ആർക്ക് ദി ട്രയംഫ്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് മോണുമെൻറ്റ്സ് ഇൻ പാരീസ്. പക്ഷേ ഇന്ന് നമ്മളവിടെ പോകുന്നില്ല, അത് നെക്സ്റ്റ് ഡേ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പാരീസിൽ വന്ന ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യൂ ആണ്. യെസ്, ഇറ്റ്സ് ഐഫിൾ ടവർ. ഓൾമോസ്റ്റ് ട്രോക്കഡേറോ വ്യൂ പോയിന്റിലേക്ക് എത്താറായിട്ടുണ്ട്. ഐഫിൾ ടവർ കാണാനുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ സ്പോട്ട് ഇതാണ്. അറ്റ് ലാസ്റ്റ് വി റീച്ച് ദർ, ദി ഐഫിൾ ടവർ, ദ മോസ്റ്റ് ഫേമസ് ലാൻഡ്മാർക്ക് ഇൻ ദ വേൾഡ്. 1889 വേൾഡ്സ് ഫെയർ എൻട്രൻസ് ആയിട്ടാണ് ഈഫിൾ ടവർ കൺസ്ട്രക്ട് ചെയ്തത്. ഗുസ്താവെ ഐഫിൾ എന്ന് പറഞ്ഞ ഫ്രഞ്ച് സിവിൽ എഞ്ചിനീയറാണ് ഇതിൻ്റെ ഡിസൈനർ. 300 വർക്കേഴ്സ് ചേർന്ന് 2 കൊല്ലം കൊണ്ടാണ് ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആക്കിയത്. ടോട്ടൽ 7300 ടൺ അയൺ കൊണ്ടാണ് കേട്ടോ ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. ഐഫിൾ ടവറിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നമുക്ക് മറ്റന്നാളത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാണാം. ഇനിയുള്ള നമ്മുടെ റോമിങ് ഫുള്ള് പബ്ലിക് ട്രാൻസ്പോർട്ട് ത്രൂ ആണ്. അങ്ങനെ നമ്മൾ നേരെ നിയറസ്റ്റ് ആറിയ സ്റ്റേഷനിലേക്ക് നടന്നു. പാരീസ് സിറ്റി കാണാൻ ഏറ്റവും ബെസ്റ്റ് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യലാണ്. ടോട്ടൽ 4 ടൈപ്പ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട് പാരീസിൽ. ആറിയർ ട്രെയിൻ, മെട്രോ, ട്രാം, പിന്നെ ബസ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ആറിയർ ട്രെയിനാണ്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നവിഗോ പാസ് എന്ന് പറഞ്ഞിട്ടൊരു ടിക്കറ്റ് എടുക്കണം. ഇപ്രാവശ്യം നമ്മളൊരു ഡേ പാസ്സാണ് എടുത്തത്. അതാവുമ്പോൾ നമുക്ക് പാരീസ് ഫുള്ള് അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പിക്ക് പോക്കറ്റിംഗ് നടക്കുന്ന സ്ഥലവും. പാരീസ് അത്ര സേഫസ്റ്റ് കൺട്രി ഒന്നുമല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ. ബട്ട് ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യലാണ്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. നമ്മളിനി പോകാൻ പോകുന്നത് പലേ ഗാർണിയർ എന്ന് പറഞ്ഞൊരു ഒപ്പേറ ഹൗസിലേക്കാണ്. ആക്ച്വലി അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് ഉണ്ട്, ബട്ട് നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഓൺലൈനിൽ ടിക്കറ്റ് നോക്കിയപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല. ബട്ട് ഓൺ സൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്നപ്പോൾ എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട് ആയിരുന്നു. ഒപ്പേറ ഹൗസിൽ എന്തോ ആർട്ട് ഫെസ്റ്റോ എക്സിബിഷനോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഏരിയ മൊത്തം നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഖത്തറിലുള്ള ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതേതാ സ്ഥലം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഗാലറി ലഫൈറ്റ്. ഇതിവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് മാളാണ്. ഒരുവിധപ്പെട്ട എല്ലാ ലക്ഷറി ബ്രാൻഡിൻ്റെയും ഔട്ട്ലെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ആ മാളിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലക്ഷറി ഫീൽ ചെയ്യാൻ പറ്റും. മാളിൻ്റെ 3rd ഫ്ലോറിൽ അവരൊരു ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഫോട്ടോ പോയിൻ്റ് ആണ്. പക്ഷെ മുകളിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി അവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ 2 മണിക്കൂറിന് മേലെ വെയിറ്റ് ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് മുന്നേ കൂട്ടി റിസർവ് ചെയ്യും വേണം. ക്രിസ്മസിനുള്ള ഡെക്കറേഷൻ സ്റ്റോളൊക്കെ ഇപ്പം തന്നെ അവർ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ റൂഫ് ടോപ്പിലേക്ക് കയറി. ഇവിടെ നിന്ന് പാരീസിൻ്റെ ഫുൾ വ്യൂ കാണാം, കൂടാതെ ഐഫിൾ ടവറും. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 1 o'clock ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടി നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് നല്ല താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സീസൺ ചേഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയ ഡ്രിസിലിംഗ് ഉണ്ടായിരുന്നു. കൂടെ തണുപ്പും കൂടി ആയപ്പോൾ അധികം നേരം നമ്മളവിടെ നിന്നില്ല. അങ്ങനെ KFC കയറി ലഞ്ച് കഴിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. ഡൊമൈൻ നാഷണൽ ഡു പലേ റോയൽ. 17th സെഞ്ച്വറിയിൽ കാർഡിനൽ റിഷെല്യൂ എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് പണി കഴിപ്പിച്ചത്. പിന്നീട് അത് റോയൽ റെസിഡൻസ് ആയിട്ട് മാറുമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കോളൻസ് ഡി ബ്യൂറൻ ആണ്. ഇത് മുന്നേ ഒരു പാർക്കിംഗ് സ്ലോട്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഐഫിൾ ടവറിൻ്റെ അവിടേക്ക് ബസ് കയറി. പോണ്ടിയിൽ തന്നെ ഇതാണ് ഐഫിൾ ടവറിലെ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ സമയം 6:45 ആയി. ഇന്നത്തെ വെതർ കണ്ടീഷൻ വെച്ചിട്ട് ഈ ഒരു വ്യൂ നമുക്ക് കിട്ടുമോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളായിരുന്നു. രാവിലെ കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടും ലൈറ്റൊന്നും കാണാതായപ്പോൾ ഞങ്ങൾ പോകാൻ ഒരുങ്ങിയതാണ്. അവിടെ ക്യാബ് ബുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൊമെൻറ്റ് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ലൈറ്റ് ഇട്ടേക്കുന്നത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ രാവിലെ പറഞ്ഞ ബക്കറ്റ് ലിസ്റ്റ് മൊമെൻറ്റ് ഇതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.